ഹലോ, കാലം കുറേ ആയിട്ടോ മുഖത്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്നുള്ളത്. അപ്പോൾ ഞാൻ വന്നതാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഡെലിവറിക്ക് കഴിഞ്ഞതിന് ശേഷം കുറേ പാടുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടാൻ അടിച്ചിട്ടൊക്കെ മുഖരിക്കുന്നത്. ഇത് ചെയ്തപ്പോൾ എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലെടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ബീട്രൂട്ട് ജ്യൂസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബീട്രൂട്ട് ജ്യൂസ് ഞാൻ കുറേ മുന്നേ കുടിച്ചിരുന്നു കേട്ടോ, ജ്യൂസ് അടിച്ച് കുടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഭയങ്കര എനർജി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇവിടെ ബാക്കിൽ സൈഡിലൊരു തുണി എടുക്കുന്നുണ്ട്, അത് എനിക്കൊരു രോചികമായിട്ട് തോന്നി, അതുകൊണ്ട് മാറ്റിയതാണ്. ഈ പരിപാടിയൊക്കെ ഞാൻ കുളിക്കുന്നതിന് മുൻപെയാണ് കേട്ടോ ചെയ്യൽ. കുട്ടി ഉറങ്ങാണ്, അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടിട്ട് ഓടേണ്ടി വരും. അതൊക്കെ പോട്ടെ, നമുക്ക് ഇനി അടുത്തേക്ക് കിടക്കാം. അടുത്തായിട്ട് എടുക്കുന്നത് കടലമാവാണ്. കടലമാവ് ഇതിൽ ഇങ്ങനെ കാണുമ്പോൾ കളറൊന്നും തോന്നില്ല കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ തീരെ കളറില്ല. ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു കളറും ഒരു മഞ്ഞ കളർ പോലെയല്ലേ നമ്മൾ കടലമാവ് ഉണ്ടാവുക. അപ്പോൾ കടലമാവ് 1 സ്പൂൺ എടുത്തു. പിന്നെ 1 സ്പൂണ് തേനും വേണം കേട്ടോ. എന്ത് സാധനം എടുക്കുമ്പോഴും എനിക്കൊന്ന് മണപ്പിച്ചൊക്കെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. കണ്ടപ്പോൾ എനിക്കെന്തോ ഇനി പിള്ളേരെ അങ്ങനെ എടുത്തിട്ട് നോക്കിയെന്നൊരു ഡൗട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മുഖത്ത് പറ്റുക, വേറെ ഒന്നുമില്ല. മുഖത്ത് പറ്റി നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു സ്ക്രബ് പോലെ കേട്ടോ. ഈ കടലമാവ് ചെറിയ തരി പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് സ്ക്രബ് പോലെ മുഖത്ത് ഇങ്ങനെ ഉണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. തേച്ചിട്ട് റിസൾട്ട് കാണണം. അപ്പോൾ ഒന്നറിയാം, ഒരു ജാതി ടേസ്റ്റാണ് കേട്ടോ. കടലമാവിൻ്റെ തേനും കൂടി ആകുമ്പോൾ ഛർദ്ദിക്കാൻ വരും. കുട്ടി എനിറ്റോന്നൊരു ഡൗട്ടുണ്ട്, ഇപ്പോൾ വരാം. കഴുകിയത് മുഴുവനായിട്ടും പോയിട്ടില്ല കേട്ടോ. അതാ കണ്ടല്ലേ, എൻ്റെ മുഖത്ത് ചെറുതായി അവിടെ ഇവിടെ ആയിട്ടുണ്ട്. പെണ്ണ ഇൻറ്റു എന്ത് ചെയ്യാൻ. കഴുത്തിലും മുഖത്തും അങ്ങനെ പറ്റി നന്നായി സ്ക്രബ് ചെയ്ത് നമുക്ക് കഴുകി കളയാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളയാം. കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങട്ടെ. നന്നായി ഉണങ്ങണ്ട, ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയാം. എല്ലാവരും ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ.